ഹലോ നമസ്കാരം. നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാകും അല്ലേ? നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇന്ന് പണം സമ്പാദിക്കുന്നു. അത് 5-10 ഒന്നല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഇൻസ്റ്റാഗ്രാമിലൂടെ വരുമാനം നേടുന്നവർ ഇന്ന് നമുക്കിടയിലുണ്ട്. അപ്പം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും നമുക്കും ഇതുപോലെ കാശുണ്ടാക്കാൻ പറ്റുമോ ഇൻസ്റ്റാഗ്രാം വഴി എന്ന്. പക്ഷേ പ്രശ്നം എന്താണ്? ഫോളോവേഴ്സ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് അത്ര റീച്ച് കിട്ടുന്നില്ല. ഇതൊക്കെയായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. പക്ഷേ ഫോളോവേഴ്സ് കുറവാണെങ്കിലും നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം വഴി പണം സമ്പാദിക്കാം. അത് എങ്ങനെ സമ്പാദിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ അവിനാഷ്. ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈ ആൻഡ് സെൽ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് വാങ്ങി അത് മറിച്ച് വിൽക്കുക. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഒക്കെ പാർട്ട് ടൈം ആയിട്ട് ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സ്റ്റുഡൻസ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു റീച്ച് ഉണ്ടാക്കി ഒരു 5000 10,000 ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ അവരിത് മറിച്ച് വിളിക്കുന്നു. ഒരു 3000 4000 5000 രൂപയ്ക്കൊക്കെ അവരിത് മറിച്ച് വിളിക്കും. ഇത്തരത്തിൽ ഈ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് ആക്ച്വലി ഇന്ത്യക്ക് പുറത്ത് നമുക്ക് വലിയ എമൗണ്ടിന് കൊടുക്കാവുന്നതാണ്. 5-10 ഇരട്ടി എമൗണ്ട് ലാഭത്തിൽ നമുക്കിത് ഇന്ത്യക്ക് പുറത്ത് വിൽക്കാം. പ്രത്യേകിച്ച് GCC കൺട്രീസിൽ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ പോലുള്ള കൺട്രീസിലൊക്കെ ഇതിന് നല്ല മാർക്കറ്റാണ്. ആക്ച്വലി നമുക്കിത് റീബ്രാൻഡ് ചെയ്യണം. നമ്മളിത് ഈ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ശേഷം, നമ്മളൊരു ചെറിയ എമൗണ്ടിന് ഇത് വാങ്ങിച്ച ശേഷം നമ്മളിത് റീബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റീബ്രാൻഡ് ചെയ്ത പ്രൊഡക്റ്റാണ് നമ്മൾ മറ്റു കൺട്രികളിൽ ചെന്ന് വിൽക്കുന്നത്. ഒരു 50,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നിങ്ങൾ വാങ്ങിച്ചാൽ അത് 10 ഇരട്ടി വരെ വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ഇതാണ് ബൈ ആൻഡ് സെൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് കാശുണ്ടാക്കാം. കുറച്ച് എഫേർട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ മതി, കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് വൈസായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വഴി പണം സമ്പാദിക്കാം. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രോ ആൻഡ് സെൽ അക്കൗണ്ട് എന്നാണ്. അതായത് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫ്രം ദ വെരി സ്ക്രാച്ച് നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ആ പ്രൊഫൈലിന് നിങ്ങളൊരു റീച്ച് ഉണ്ടാക്കി കൊടുക്കുക. അത്യാവശ്യം നല്ലൊരു ഫോളോവർഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അത് വിൽക്കുക എന്ന പ്രോസസ്സാണ് ഗ്രോ ആൻഡ് സെൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളത് കാറ്റഗറി വൈസ് ആയിരിക്കണം നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്പോർട്സിനായിട്ട് ഒരു പേജ്, അല്ലെങ്കിൽ ജിം റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു പേജ്, അല്ലെങ്കിൽ ട്രാവലായിട്ട് ബന്ധപ്പെട്ടത് വേറൊന്ന്, ഫുഡുമായി ബന്ധപ്പെട്ടത് വേറൊന്നും. ഇത്തരത്തിൽ കാറ്റഗറി വൈസ് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിക്കകത്ത് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, വീഡിയോകൾ, റീലുകൾ ഇതൊക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജിംനേഷ്യം നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്നു, നിങ്ങളുടെ കണ്ടന്റ് അവർ കാണുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അക്വയർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്, ഗ്രോ ആൻഡ് സെൽ മെത്തേഡ്. അടുത്തത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആവുക എന്നതാണ് അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ഫീഡുകളിലും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ പോസ്റ്റുകളും റീലുകളും ഒക്കെ നമ്മുടെ ഫീഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റീച്ച് കിട്ടുന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് ഒരു വരുമാനം കിട്ടുന്നത്? ഒരുപാട് ആളുകൾ ഈ ജോലി മാത്രം ചെയ്തുകൊണ്ട്, ഒരു ഇൻഫ്ലുവൻസറായി നിന്നുകൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മാർക്കറ്റിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 5000 ഫോളോവർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ഒരു വസ്ത്രം നിങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേര് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ ഒരു വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടാം, അതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടാം. ഇത്തരത്തിലൊരു ഇൻഫ്ലുവൻസർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഏർണിംഗ് മെത്തേഡ് ആയിരിക്കും വയ ഇൻസ്റ്റാഗ്രാം. ഇതിനാകെ വേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഒരു അച്ചടക്കമുള്ള പ്രൊഫൈലായിരിക്കണം. അച്ചടക്കം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ നീറ്റായിട്ടുള്ള കണ്ടന്റ് വരുന്ന, വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ആയിരിക്കണം നിങ്ങളുടേത്. ഇതിന് വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു 20K+ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നും മിനിമം ഒരു പോസ്റ്റിന് മിനിമം 1K ലൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ് ടു $200 വരെ നിങ്ങൾക്കുണ്ടാകാം. ഉദാഹരണത്തിന് നിങ്ങളൊരു 20K ഫോളോവർഷിപ്പ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പോസ്റ്റിന് 10,000 മുകളിൽ 10K+ ലൈക്കുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് $150 to $200 വരെ നിങ്ങൾക്ക് സമ്പാദിക്കാം. ഇത് മിനിമം എമൗണ്ട് ആണ്. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതൊന്നുമല്ല, നിങ്ങളൊരു ബ്രാൻഡുമായി കൊളാബറേറ്റ് ചെയ്ത് അവരുടെ കമ്മീഷൻ വാങ്ങിക്കുന്ന പ്രോസസ്സാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 5,000 to 10,000 ഫോളോവർഷിപ്പ് നിങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, അതായത് എനിക്ക് ഇത്രയും ഇൻസ്റ്റാഗ്രാം ഫോളോവർഷിപ്പ് ഉണ്ട്, എൻ്റെ പോസ്റ്റുകൾ ഇതൊക്കെയാണ്, എന്നെ ആളുകൾ ഇത്രത്തോളം നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡുമായി നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൊളാബറേഷന് നിങ്ങൾ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവരുടെ ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ലഭിക്കുന്നതാണ്.
ഇത് ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൊട്ടേഷൻസ് അയക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ബ്രാൻഡ് കൊളാബറേഷൻ നടത്തുകയാണെങ്കിൽ ഏകദേശം 15% കമ്മീഷൻ നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കും. കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ അതിന് കണക്കായിട്ട് അതിന്റെ മാർജിൻ വർദ്ധിക്കുകയും ചെയ്യും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു പ്രോസസ്സാണ് ഇറ്റ്സ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസിന്റെ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ഒരു 5 റെപ്യൂട്ടഡ് കമ്പനികളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇതൊരു പാസീവ് ഇൻകം കൂടെയാണ്. ഒരുപാട് ആളുകൾ ഇന്നത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ വലിയൊരു ഫോളോവർഷിപ്പിന്റെ ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ ഫോളോവർഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. indianmoney.com, get wise, break free.